കെ.ടി. ജലീൽ എന്ന മുൻമന്ത്രിയെ നമുക്കറിയാം. അതായത് 2006 മുതൽ കുറ്റിപ്പുറം മണ്ഡലത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്ന മലപ്പുറത്തെ നായകനെ തോൽപ്പിച്ചുകൊണ്ട് കേരള നിയമസഭയിലെത്തിയ നേതാവാണ് കെ.ടി. ജലീൽ. പക്ഷേ ഇന്ന് കെ.ടി. ജലീൽ എന്ന തവനൂരിലെ CPM MLAക്ക് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരല്പം സമനില തെറ്റിയ ഒരവസ്ഥയിലാണ്. തവനൂർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു മണ്ഡലമാണ്. കോൺഗ്രസ്സാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ തുടർച്ചയായി LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ജലീൽ ജയിച്ചു വരുന്നു. ഏറ്റവും അവസാനം ഭൂരിപക്ഷം 2500ഓളമായി കുറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ മലപ്പുറം ജില്ല UDFിൻ്റെ ഒരു കൊടുങ്കാറ്റിൽ നിൽക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വളരെ വ്യക്തമായി നമ്മൾ കണ്ടു. ജലീൽ അടക്കം മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ 33 സീറ്റിൽ 33 നേടിയത് UDF ആണ്. അപ്പോൾ അവിടെ എതിരില്ല എന്നുള്ളൊരു സംഭവം തന്നെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോഴും ജലീലിന് ഏറ്റവും ഭയം സന്ദീപ് വാര്യർ എന്ന കോൺഗ്രസിൻ്റെ പുതിയ നേതാവ് തവനൂരിൽ വന്ന് സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളത് തന്നെയാണ്. സന്ദീപ് വാര്യർ വന്നാൽ ജലീലിൻ്റെ പൊടി കാണില്ല എന്ന് സമൂഹം തന്നെ പറയുന്നു. BJPക്കാർ ഇല്ലാത്ത ഒരു മണ്ഡലം, അതും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ സന്ദീപ് വാര്യർക്ക് അനുകൂലമായ ഒരു കൊടുങ്കാറ്റുണ്ടാകുമെന്ന് വളരെ ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പോൾ സന്ദീപിനെതിരെ ഇങ്ങനെ പിച്ചും പേയും പറയുകയാണ് കെ.ടി. ജലീൽ. അതായത് BJP നേതാവായിരിക്കെ സന്ദീപ് വാര്യർ മുസ്ലിം ലീഗിനെതിരെ പണ്ട് നടത്തിയ പരാമർശങ്ങളുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ജലീൽ എന്തൊക്കെയോ വിമർശിക്കുകയാണ് സന്ദീപ് വാര്യരെ. ജലീൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഡോ വാര്യറെ, സാക്ഷാൽ പൊതുസ്ഥാനാർത്ഥിയായി ലീഗുകാരനായ ഒരു ചാരിറ്റി മാഫിയ തലവനെ പാവങ്ങളുടെ പടത്തലവൻ എന്ന പേരിൽ ഇറക്കി മാർക്കം കൂട്ടി കോൺഗ്രസ്സാക്കി കാടിളക്കി കൈപ്പത്തിയിൽ മത്സരിച്ചിട്ട് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടല്ല. എന്നിട്ടല്ലേ ആട്ടിൻ തോലണിഞ്ഞ ഈ വാര്യർ എന്നാണ് ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. താങ്കൾ എഴുതി വച്ചോളൂ, വർഗീയതയും വംശീയ വിദ്വേഷവും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരെ തൂത്തെറിഞ്ഞ മണ്ണും മനസ്സുമാണ് തവനൂരിൻ്റേത്. ഉശിരുണ്ടെങ്കിൽ വരൂ, LDFുമായി ഒരു കൈ നോക്കാമെന്നും ജലീൽ തവനൂരിലേക്ക് സന്ദീപ് വാര്യരെ വെല്ലുവിളിക്കുകയാണ്. ഒരാവശ്യമില്ലാത്തൊരു വെല്ലുവിളിയായിരുന്നു ഇത്. അതിനുള്ള വായടുപ്പിക്കുന്ന മറുപടിയാണ് സന്ദീപ് കെ.ടി. ജലീലിന് കൊടുത്തത്. അതായത് സ്വന്തം രാഷ്ട്രീയ ഭാവിയിൽ ഉറപ്പില്ലാത്തവർ മറ്റുള്ളവരുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് ഹാസ്യാത്മമാണെന്നും തവനൂരിൽ ടൂറിസ്റ്റായ MLAയുടെ അസ്വസ്ഥതകൾ തിരിച്ചറിയുന്നു എന്നുമാണ് സന്ദീപ് വാര്യർ തുടങ്ങിവച്ചത്. കെ.ടി. ജലീൽ തനിക്കെതിരെ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. വരികൾക്കിടയിലെ പരിഭ്രമവും വ്യക്തിഹത്യ നടത്താനുള്ള വെമ്പലും കാണുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്: തവനൂരിലെ ജനമനസ്സുകളിൽ നിന്ന് കെ.ടി. ജലീൽ എന്ന നേതാവ് എത്രത്തോളം അകന്നുപോയി എന്ന് താങ്കൾ തന്നെ ഭയപ്പെടുന്നുണ്ട്. ചില വസ്തുതകൾ അങ്ങയെ ഓർമ്മിപ്പിക്കട്ടെ. സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. തവനൂരിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനങ്ങളൊന്നും പ്രഖ്യാപിക്കുന്നതിന് മുൻപേ ജലീൽ എന്തിനാണ് ഇത്രയേറെ സന്ദീപിനെ ഭയന്ന് പരിഭ്രാന്തനാകുന്നത്? ആര് മത്സരിക്കണമെന്നത് ജനാധിപത്യ പാർട്ടികൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഒരു പേര് കേൾക്കുമ്പോഴേക്കും താങ്കൾക്കുണ്ടാകുന്ന ഈ വിറയൽ തവനൂരിലെ താങ്കളുടെ അടിത്തറ ഇളകിയതിൻ്റെ തെളിവാണ്. അപ്രത്യക്ഷനായ ജനപ്രതിനിധി കഴിഞ്ഞ 5 വർഷം തവനൂരിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം യാത്രാ വിവരണങ്ങൾ എഴുതുന്നതിനും മണ്ഡലത്തിന് പുറത്തെ വിവാദങ്ങളിൽ അഭിരമിക്കുന്നതിനുമാണ് സമയം കണ്ടെത്തിയത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വിദ്വേഷ രാഷ്ട്രീയം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നത് തവനൂരിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. നിലപാടില്ലായ്മയുടെ രാജകുമാരൻ ഇനി മത്സരത്തിനില്ല എന്ന് രാവിലെ പറയുകയും വൈകുന്നേരമാകുമ്പോഴേക്കും നിലപാട് മാറ്റുകയും ചെയ്യുന്ന താങ്കളുടെ ഈ മലക്കം മറച്ചിലുകൾ കേരളം കാണുന്നതാണ്. സ്വന്തം രാഷ്ട്രീയ ഭാവിയിൽ ഉറപ്പില്ലാത്തവർ മറ്റുള്ളവരുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് ഹാസ്യാത്മകമാണ്. മുൻപ് താൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിലെ പാളിച്ചകൾ തിരിച്ചറിഞ്ഞ് അത് പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മതേതര പക്ഷത്തേക്ക് വന്നത്. അത് കേരളം അംഗീകരിച്ചതുമാണ്. എന്നാൽ പഴയ കാര്യങ്ങൾ ചവിട്ടിപ്പിടിച്ച് ഇന്നും വ്യക്തിഹത്യ നടത്താൻ ശ്രമിക്കുന്നത് താങ്കളുടെ രാഷ്ട്രീയ പാപരത്വമാണ് എന്ന് സന്ദീപ് വാര്യർ ജലീലിനെ ഓർമ്മിപ്പിക്കുകയാണ്. താങ്കൾ മുൻപ് പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളെക്കുറിച്ച് തനിക്കും പറയാനുണ്ടാകും. പക്ഷേ രാഷ്ട്രീയ മര്യാദ ഉള്ളതുകൊണ്ട് താൻ അതിന് മുതിരുന്നില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് നടത്തുന്ന വിദ്വേഷ ക്യാമ്പയിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. അതിനുള്ള മറുപടി ഫേസ്ബുക്കിലല്ല, കോടതിയിലാണ് ഇനി നൽകാനിരിക്കുന്നത്.
നിയമവ്യവസ്ഥയിലുള്ള തൻ്റെ വിശ്വാസം അവിടെ തെളിയട്ടെ എന്നാണ് ജലീലിന് മുന്നറിയിപ്പ് നൽകുന്നത് സന്ദീപ് വാര്യർ. തവനൂരിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. അത് വികസനത്തിന് വേണ്ടിയുള്ള മാറ്റമാണ്. അല്ലാതെ താങ്കൾ എഴുതുന്ന യാത്രാ വിവരണങ്ങൾ വായിച്ചിരിക്കാനല്ല അവർ വോട്ട് ചെയ്തത്. ഉശിരുണ്ടെങ്കിൽ വികസനത്തെക്കുറിച്ചും കഴിഞ്ഞ 5 വർഷത്തെ താങ്കളുടെ അപ്രതീക്ഷിതമാകലിനെ കുറിച്ചും സംസാരിക്കൂ. വിദ്വേഷം വിതച്ച് വോട്ട് കൊയ്യാമെന്ന് കരുതേണ്ട. ഇതാണ് സന്ദീപ് നൽകിയ താക്കീത്. ഇത് ഇനി ജലീലിന് കൂടുതൽ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. ഒരാവശ്യവുമില്ലാതെയാണ് KT ജലീൽ MLA സന്ദീപ് വാര്യരെ വിളിച്ച് ഇത്തരത്തിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ പോരാട്ടത്തിൻ്റേതാണ് എന്ന് സന്ദീപ് വാര്യറും പറഞ്ഞ സ്ഥിതിക്ക് തവനൂരിൽ എന്തു സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.